എല്ലാവർക്കും നമസ്കാരം. കഥകളതിമോഹനം എന്ന പാഠത്തിന് ശേഷം നമ്മൾ അടുത്തതായി പഠിക്കുന്നതാണ് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. അതെന്തിനെക്കുറിച്ചുള്ളതാണ്? മാതൃഭാഷയുടെ പ്രാധാന്യത്തെ കുറിക്കുന്ന പാഠമാണ്. ഭാഷ ചിറകാകുമ്പോൾ ഏതാകാശവും നമ്മുടേത്. കാരണം മാതൃഭാഷ നമ്മൾ പഠിച്ചെടുത്താൽ പിന്നെ ഏതു ഭാഷയും നമുക്ക് അനായാസമായി കൈകാര്യം ചെയ്യാം. നമുക്ക് പാഠത്തിലേക്ക് കടന്നാലോ? കുറേ വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ്. മകൾക്ക് അപ്പോൾ 5 വയസ്സ്. പരീക്ഷ കഴിഞ്ഞ് വേനലവധി ആരംഭിച്ചു. തോട്ടത്തിലെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അവധിയുടെ ആഹ്ലാദം അനുഭവിക്കുന്നവരായ ഞാനും അവളും പച്ചക്കറി വാങ്ങാനായി പുറപ്പെട്ടു. അതിനു മുമ്പ് ഞങ്ങളൊരു കരാറിലെത്തിയിരുന്നു. അതായത് പച്ചക്കറി വിൽപ്പനക്കാരനോട് അവൾ തന്നെ വിലപേശി നിശ്ചയിക്കണം. ഞാൻ അതിലൊന്നും തലയിടാൻ പാടില്ല. മഹാബലിപുരം എന്ന ചെറിയ ഗ്രാമത്തിലെ വഴിയോരത്തുള്ള പച്ചക്കറി കടയാണ്. മകൾ ചെന്ന് കടയിലുണ്ടായിരുന്ന വൃദ്ധയുടെ മുമ്പിൽ നിന്ന് മുളകിന് ചില്ലി, വഴുതനങ്ങയ്ക്ക് ബ്രിഞ്ചാൾ, ഉരുളക്കിഴങ്ങിന് പൊട്ടറ്റോ, ഇങ്ങനെ എല്ലാ പച്ചക്കറികളുടെയും പേര് ഇംഗ്ലീഷിൽ പറഞ്ഞ് ആവശ്യപ്പെടുകയാണ്. കടയിലെ വൃദ്ധയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഒടുവിൽ ഓരോരോ പച്ചക്കറിയും കൈകൊണ്ട് തൊട്ട് അവരെ കാണിച്ച് ഇത് വേണം അത് വേണം എന്ന് പറഞ്ഞു വാങ്ങി. അടുത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ ഉള്ളിൽ കോപം തിളച്ചു മറഞ്ഞു. ഒപ്പം അവാച്യമായ ഒരു വേദനയും തോന്നി. എൻ്റെ മകൾ മാതൃഭാഷ ശരിക്കും പഠിച്ചില്ലെങ്കിൽ എന്താകും? പറയൂ. വീട്ടിൽ വന്ന ശേഷം ഞാനും ഭാര്യയും തമ്മിൽ വഴക്ക്. കാരണം എൻ്റെ മകളെ സ്കൂളിൽ ചേർക്കുമ്പോൾ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകാതെ ഹിന്ദി, ഫ്രഞ്ച് തുടങ്ങിയ അന്യഭാഷകൾ പഠിച്ചാൽ ഭാവിയിൽ പ്രയോജനമുണ്ടാകുമെന്ന് ആലോചിച്ചത് അവളാണ്. അപ്പോൾ ഇത്രയും ഈ ചെറിയ പാരഗ്രാഫിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായത് എന്താ? ഈ പാഠം മാതൃഭാഷയുടെ പ്രാധാന്യത്തെ കുറിക്കുന്ന പാഠഭാഗമാണ്. നമുക്കറിയാം, ഇന്ന് മറ്റു ഭാഷകൾ പഠിക്കുന്നത് സ്വന്തം മാതൃഭാഷയെ മറന്നുകൊണ്ടാണ്, അല്ലേ? അതായത് മാതൃഭാഷ മലയാളം, നമ്മുടെ കേരളീയൻ്റെ മാതൃഭാഷ മലയാളമാണ്. മലയാളം സംസാരിച്ചാൽ സ്റ്റാറ്റസിന് മോശമാണ് എന്നൊക്കെ കരുതുന്ന പുതിയ തലമുറ. ഇവിടെ പ്രകാശ് രാജ്, ഇതാരാണ് എഴുതിയത്? പ്രകാശ് രാജാണ്. അതായത് നമുക്കറിയാം, അദ്ദേഹം കന്നഡ നടനാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ മാതൃഭാഷയോടുള്ള വളരെ വലിയ ഇഷ്ടമാണ് ഈ ലേഖനത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. പ്രകാശ് രാജ് നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് മാതൃഭാഷയുടെ പ്രാധാന്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്നതാണ് സുധാകരൻ രാമന്തളി. ആ പാഠഭാഗത്തിൻ്റെ പേരാണ് മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി. അപ്പോൾ ഇത്രയും പറയുന്നതിന് മുൻപ്, വിശദീകരിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. മക്കളെ, കഴിഞ്ഞ പ്രാവശ്യത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെയല്ല ഇനി വരാൻ പോകുന്ന മലയാള പരീക്ഷ. നിങ്ങളെ ഭയപ്പെടുത്താനായി പറയുന്നതല്ല. OSM ചെക്കിങ്, അതായത് ഓൺ സ്ക്രീൻ മാർക്കിംഗ് ചെക്കിംഗ് ഒക്കെ ആകുമ്പോൾ പോയിന്റുകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ പരീക്ഷയുടെ തലേ ദിവസമല്ല നമ്മൾ എങ്ങനെ എഴുതണം, എങ്ങനെ പരീക്ഷയെ നമ്മൾ സമീപിക്കണം എന്നറിയേണ്ടത്. അത് ഞാനൊരു വേറെ വീഡിയോയിലൂടെ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ പോയിൻറ്റ്സ് പഠിക്കണം. ഇൻട്രൊഡക്ഷൻ ഒരു മാർക്കുണ്ട്. ആ മാർക്ക് നമ്മളായിട്ട് നശിപ്പിക്കരുത്. ഇപ്പോൾ മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി, ഈ പാഠഭാഗത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ്? അത് പ്രകാശ് രാജിൻ്റെ നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന ലേഖനത്തിൽ നിന്നെടുത്ത സുധാകരൻ രാമന്തളി വിവർത്തനം ചെയ്ത മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി എന്ന പാഠഭാഗത്തിലേതാണ് പ്രതിപാദ്യം. ഇപ്പോൾ മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി അത് വിവർത്തനം ചെയ്തിരിക്കുകയാണ്, അല്ലേ? ആരാ വിവർത്തനം ചെയ്തേക്കുന്നത്? സുധാകരൻ രാമന്തളി. ഇതാരാ ഒറിജിനലായിട്ട് എഴുതിയത്? ആരാണ്? പ്രകാശ് രാജ്. നമ്മെ വിഴുങ്ങുന്ന മൗനം എന്നതാണ് അദ്ദേഹത്തിൻ്റെ കൃതി. അപ്പോൾ ഒന്നുകൂടി പറയാം, പ്രകാശ് രാജിൻ്റെ നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന കൃതിയെ വിവർത്തനം ചെയ്തിരിക്കുന്നത് സുധാകരൻ രാമന്തളിയാണ്. ആ വിവർത്തനമാണ് മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി എന്ന ഈ പാഠഭാഗം. നമ്മൾ പഠിച്ചേ പറ്റൂ. ആരെഴുതി? പ്രകാശ് രാജ്.
ഏതാണ് അതിൻ്റെ പേര്? നമ്മെ വിഴുങ്ങുന്ന മൗനം. ഇതിനെ വിവർത്തനം ചെയ്തിരിക്കുന്നത് സുധാകരൻ രാമന്തളിയാണ്. പാഠഭാഗത്തിൻ്റെ വിവർത്തനം ചെയ്തപ്പോൾ ആ പാഠഭാഗത്തിൻ്റെ പേരെന്താണ്? മാതൃഭാഷ നമ്മുടെ ഉള്ളിലൊഴുകുന്ന ജീവനദി. ഈ പാരഗ്രാഫിൽ, നമ്മൾ ഇന്ന് പഠിച്ച പാരഗ്രാഫിൽ എന്താ പ്രധാനമായിട്ടും പറയുന്നത്? അതായത് ലേഖകനും ലേഖകൻ്റെ മകളും കൂടി ഒരു ചെറിയൊരു ഉടമ്പടിയൊക്കെ വെച്ചു. അതായത് അച്ഛനും മകളും കൂടെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളുടെയും വില പറഞ്ഞ് വില പേശി വാങ്ങിക്കാമെന്ന് മകള്. അപ്പോൾ സാധനങ്ങളുടെ പേരുകൾ പഠിക്കണ്ടേ? ഈ പെൺകുട്ടിക്ക് മാതൃഭാഷയായ കന്നഡ ഭാഷ അറിയില്ല. ഈ പിതാവിൻ്റെ ഭാഷയാണ് കന്നഡ ഭാഷ ഇവിടെ. പക്ഷേ കന്നഡ ഭാഷ അറിയില്ല. ശരിക്കും മാതാവിൻ്റെ ഭാഷയാണ് മാതൃഭാഷ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സമ്മതിക്കുന്നില്ല കന്നഡ ഭാഷ പഠിക്കുവാൻ. പകരം മറ്റു ഭാഷകളാണ് കുട്ടിക്ക് അറിയാവുന്നത്. അതിന് തെളിവാണ് ഓരോ പച്ചക്കറികൾക്കും കുട്ടി പൊട്ടറ്റോ, അതല്ലെങ്കിൽ ചില്ലി, വഴുതനങ്ങയ്ക്ക് അതായത് മുളകിന് ചില്ലി എന്നും വഴുതനങ്ങയ്ക്ക് ബ്രിഞ്ചാൾ എന്നും ഉരുളക്കിഴങ്ങിന് പൊട്ടറ്റോ എന്നും പറഞ്ഞ് വാങ്ങുന്നു. അത്രയേറെ പഠിക്കാത്ത, അക്ഷരാഭ്യാസം ഇല്ലാത്ത, പുറം പരിചയം അധികം ഇല്ലാത്ത കടയിലെ വൃദ്ധയ്ക്ക് ഈ കുട്ടി പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അവസാനം കുട്ടി എന്ത് ചെയ്തു? സാധനങ്ങൾ വാങ്ങിച്ചല്ലേ പറ്റുള്ളൂ. എല്ലാത്തിൻ്റെയും പേര് തൊട്ട് ഇത് ഇങ്ങനെ പറഞ്ഞ് വാങ്ങിച്ചു. ഇത് കണ്ടപ്പോൾ ഈ കഥാകാരന് എന്തു തോന്നി? ലേഖകന് കോപം തോന്നി, ഒപ്പം വല്ലാത്ത വിഷമവും. എൻ്റെ മാതൃഭാഷ എൻ്റെ കുട്ടിക്ക് അറിയാമായിരുന്നുവെങ്കിൽ ഈ അവസ്ഥ അവൾക്ക് വരുമായിരുന്നില്ലല്ലോ എന്ന്. കാരണം നമ്മളൊരു സമൂഹത്തിലെത്തിയാൽ ആ അവർ പ്രയോഗിക്കുന്ന ഭാഷ ഏതാണോ അത് വേണം നമ്മളും പ്രയോഗിക്കാൻ. ഇനി നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിലൊന്ന് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട്, കേന്ദ്ര കഥാപാത്രമാകാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഭാഷ സംസാരിച്ചാൽ നമ്മൾ അവിടെ ഒരു നോട്ടപ്പുള്ളിയാവും. എങ്ങനെ നോട്ടപ്പുള്ളിയാവണേ? അതായത് ആ നേറ്റീവ് ലാംഗ്വേജ് അല്ലെങ്കിൽ ആ മാതൃഭാഷ, അവിടുത്തെ ആ സമൂഹം സംസാരിക്കുന്ന ഒരു സമൂഹത്തിലെത്തി ആ കൂടിയിരിക്കുന്നവർ സംസാരിക്കുന്ന ഭാഷ സംസാരിക്കാതെ വേറെ ഒരു ഭാഷ സംസാരിച്ചാൽ ഇവരെവിടെ നിന്ന് വന്നു എന്ന് നമ്മൾ ചോദിക്കും. നമ്മളെ അവരെല്ലാവരും ശ്രദ്ധിക്കും. ഇതെന്താണ്? അതത്ര ഒരു നല്ല പരിപാടിയല്ല. നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ബഹുമാനം, അതായത് ആദരം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവർ സംസാരിക്കുന്ന ഭാഷ ഏതാണോ അതേ ഭാഷ വേണം നമ്മൾ സംസാരിക്കാൻ. അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹത്തിന് ദേഷ്യം വരുന്നു. വീട്ടിൽ വന്ന ശേഷം, അതായത് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുണ്ടായി കാണുമല്ലോ. അത് വളരെ വ്യക്തമാണ്. കാരണം എപ്പോഴും ഭാര്യ സംസാരിക്കാൻ ഒട്ടും സമ്മതിക്കുന്നില്ല മാതൃഭാഷ. അതാണ് കാരണം. ഹിന്ദി, ഫ്രഞ്ച് തുടങ്ങിയ അന്യഭാഷകൾ പഠിച്ചാൽ ഭാവിയിൽ പ്രയോജനമുണ്ടാകുമെന്ന് ആലോചിച്ചത് അവളാണ്. മക്കളെ, അങ്ങനെയല്ല. നിങ്ങൾ ഏതു ഭാഷ പഠിച്ചാലും, നിങ്ങൾ ഏത് ഉയരങ്ങളിലെത്തിയാലും സ്വന്തം മാതൃഭാഷ ഒരിക്കലും മറക്കരുത്. മറ്റു ഭാഷകൾ പഠിക്കാൻ നമ്മളെ ഏറ്റവും സഹായിക്കുന്നത് മാതൃഭാഷയാണ്. മാതൃഭാഷ നിർബന്ധമായും പഠിക്കണമെന്ന് ശഠിക്കുന്നവനായിരുന്നു. ശാഠ്യം പിടിക്കുക, അങ്ങനെയുള്ള ആളായിരുന്നു ഈ ലേഖകൻ. അദ്ദേഹം പറയുന്നു, എൻ്റെ മാതൃഭാഷ കന്നഡയാണ്. അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നതേയില്ല. മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സരളം, അതായത് ലളിതം. സരളത്തിൻ്റെ വിപരീതം കാഠിന്യം എന്നൊക്കെ പറയും. ഇപ്പോൾ സരളം വളരെ എളുപ്പത്തിൽ അദ്ദേഹം അത് പഠിച്ചു. ഇപ്പോൾ കന്നഡ, തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങി പല ഭാഷകൾ എന്നിൽ കുടികൊള്ളുക. ചിലപ്പോൾ വാക്യത്തിൽ ഞാൻ എൻ്റെ ക്ലാസ്സിൽ വാക്യത്തിൽ പ്രയോഗിക്കാൻ നാനാർത്ഥം, വിപരീതം, ഇങ്ങനെ കുറേ കാര്യങ്ങളിങ്ങനെ കടന്നു വരും. അപ്പോൾ ക്ലാസ് ശരിക്കും ശ്രദ്ധിക്കണം. കുടികൊള്ളുകയർത്ത് വാക്യത്തിൽ പ്രയോഗിച്ചാൽ നിങ്ങൾ എന്ത് പറയും? അതായത് നമ്മുടെ മനസ്സിൽ കുടികൊള്ളേണ്ടത് എപ്പോഴും നല്ല ചിന്തകളാണ്, അല്ലേ? നല്ല ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും കുടികൊള്ളേണ്ടത്. നമ്മുടെ മനസ്സിൽ നന്മയെ നമ്മുടെ മനസ്സിൽ എപ്പോഴും നന്മ കുടികൊള്ളാൻ നാം ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ വാക്യത്തിൽ പ്രയോഗിക്കാൻ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും. മാതൃഭാഷയായ കന്നഡ ഒഴികെ മറ്റെല്ലാ ഭാഷകളും എൻ്റെ ആവശ്യങ്ങൾക്കായി തൊഴിലിനായി പഠിച്ചതാണ്. അപ്പോൾ തൊഴിലിനായിട്ടാണ് മറ്റു ഭാഷകൾ പഠിച്ചത്. ഇദ്ദേഹത്തിൻ്റെ മാതൃഭാഷ വിട്ടിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അതായത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും പഠിച്ചത് അത്രയും ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ.